ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നൊരു അടിപൊളി സൂതക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇന്ന് കറി വെക്കാൻ സൂതയായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ മീനുണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ഇതിന്നെടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. മീനിൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ കറിയിലിട്ട കഷ്ണം അത്ര അങ്ങോട്ടായിരിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൊരിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കുകയാണ്. ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ അതാ നല്ലോണം ചൂടായി ചട്ടിയൊക്കെ അതാ പുകയാൻ തുടങ്ങിക്കുന്നു കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തെടുക്കുകയാണ്. ഒരു അര ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്തെടുക്കുകയാണ്. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ചേർത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം ഇതാ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്കുള്ള മെയിൻ താരമായ വലിയുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കുക. വെല്ലുള്ളി എപ്പോഴും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ചേർത്ത ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് തക്കാളി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല. മസാലപ്പൊടികളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്തെടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചേർത്ത മസാലപ്പൊടികളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കിതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. ഞാൻ കുറച്ച് പുളി കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. ആവശ്യമായ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറിക്കുള്ള ഒരു ഗ്രേവി ഒരു തിക്കായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതേപോലെ നന്നായിട്ട് വെന്തിട്ട് തക്കാളി, ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തുടയണം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്തെടുക്കാം. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പം നമ്മളെ കറിക്കുള്ളതൊക്കെ ഇതാ ഇവിടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതൊക്കെ മേലെ പൊന്തി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. തക്കാളി, ഉള്ളിയൊക്കെ നല്ല പേസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മീനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം മീൻ ചേർക്കുന്നതിൻ്റെ മുമ്പ് മീനിൻ്റെ തല കുറച്ചുണ്ടായിരുന്നു, അത് ആദ്യം ചേർത്ത് കൊടുത്ത് വേവിച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിതാ മീനിൻ്റെ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനിൻ്റെ തല കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ, അപ്പം മീൻ ഇതിൻ്റെ കൂടെ ചേർത്താൽ ചിലപ്പോൾ മീൻ വെന്തുടഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മീനിൻ്റെ തല ആദ്യം ഇട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ മീനിൻ്റെ തലൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് മീനിൻ്റെ കറിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മീനിൻ്റെ തല ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതാ ഇവിടെ ഇത് തുറന്ന് നോക്കുകയാണ്. അപ്പം നമ്മൾ ചേർത്ത മീനിൻ്റെ തലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീനുണ്ടല്ലോ, ആ മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മുഴുവൻ മീനും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഈ മീനൊന്ന് വേവാൻ വേണ്ടി നമുക്കൊരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കാം. അപ്പം മീൻ ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മീൻകറി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു അടിപൊളി മീൻകറിയാണ് ഇന്നത്തെ റെസിപ്പി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്ന തരത്തിലുള്ള അടിപൊളി മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനെയും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള നല്ല റെസിപ്പി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.